നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കേസെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം. 6 ആഴ്ചയ്ക്കകം അന്തിമ റിപ്പോർട്ട് നൽകണം. ആരും മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കൈമാറരുത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശലിൽ തിരിമറി നടന്നെന്ന് കോടതി. കാണാതായത് 474 ഗ്രാം സ്വർണം. യോഗദണ്ഡിൽ സ്വർണം പൂശിയതിലും ക്രമക്കേട്. വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് മുഖ്യമന്ത്രി. സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്നും കുറ്റവാളികൾ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നും മുഖ്യമന്ത്രി. ദേവസ്വം ബോർഡ് DGPക്ക് പരാതി നൽകുമെന്ന് മന്ത്രി VN വാസവൻ. കോടതിയുടെ കണ്ടെത്തൽ ഗുരുതരമെന്ന് VD സതീശൻ. CBI അന്വേഷണം വേണമെന്ന് BJP. ഹൈക്കോടതി ഉത്തരവനുസരിച്ച് മുന്നോട്ടു പോകുമെന്ന് DGP. (2025) സമാധാനത്തിനുള്ള നൊബേൽ വനിതയ്ക്ക് പുരസ്കാരം. വെനസ്വേലയിലെ ജനാധിപത്യ പ്രവർത്തകയും പ്രതിപക്ഷ നേതാവുമായ മരിയ കൊറീന മച്ചാഡോയ്ക്ക്. അംഗീകാരം ജനാധിപത്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക്. പരാതിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാനത്തിനേക്കാളും രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകിയെന്ന് വൈറ്റ് ഹൌസ്. സംസ്ഥാന സർക്കാർ നിയമിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്ന് ഹൈക്കോടതി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശകളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് ഉത്തരവ്. നടപടി സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ. കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണം ഇല്ല. പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി. നടപടി കേന്ദ്രത്തിന്റെ എതിർപ്പ് കണക്കിലെടുത്ത്. മരുന്ന് നിർമ്മാതാക്കളുടെ വിവരം ആവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ കത്ത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. ആദ്യ ദിനം 2-ന് 318 റൺസ് എന്ന നിലയിൽ. യശ്വസി ജയ്സ്വാളിന് സെഞ്ചുറി. രഞ്ജി ട്രോഫിക്കുള്ള 15-അംഗ കേരള ടീമിനെ പ്രഖ്യാപിച്ചു. മുഹമ്മദ് അസറുദ്ദീൻ നായകൻ. സഞ്ജു സാംസൺ ടീമിൽ. ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം. ക്രൈം രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്താൻ ADGPക്ക് നിർദ്ദേശം നൽകണമെന്ന് DGPക്ക് നിർദ്ദേശം. അന്വേഷണ സംഘം വിപുലീകരിക്കാനും 6 ആഴ്ചയ്ക്കകം ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരവിട്ടു. രേഖകൾ ഹൈക്കോടതി രജിസ്ട്രാറുടെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കും. അന്വേഷണ കാലയളവിൽ കുറ്റാരോപിതർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകരുതെന്നും കോടതി നിർദ്ദേശിച്ചു. സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹായിച്ചവർ ഉൾപ്പെടെ പുറത്തുവരും. അയ്യപ്പ സംഗമം നടക്കരുത് എന്ന് ആഗ്രഹിച്ചവർ ഉൾപ്പെടെ ഇതിന് പിന്നിലുണ്ടാകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ തുടക്കമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കാണാതായ സ്വർണ്ണപീഠം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ആരോപണങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അയ്യപ്പ സംഗമം നടക്കരുതെന്ന് വിചാരിച്ച ആളുകൾ ഇതിന് പിന്നിലുണ്ടാകാമെന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. നിർബന്ധമായും ഈ പറയുന്ന ഏതെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നത് സംശയിക്കേണ്ട കാര്യമില്ല. ശബരിമല വിഷയത്തിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയും സർക്കാരും ഒരേ ദിശയിലാണ് മുന്നോട്ടു പോകുന്നത്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകളുണ്ടായതായി കണ്ടെത്തിയിട്ടില്ല. ഗവൺമെന്റും ഹൈക്കോടതിയും 2 ഭാഗത്തല്ല, ഒരേ കാഴ്ചപ്പാടേയുള്ളൂ. ഇതൊരു കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടണം. ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. ഇതാണ് ഗവൺമെന്റ് കാണുന്ന കാര്യം. ആ വഴിക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തുനിന്ന് സഹായിച്ചവർ ഉൾപ്പെടെ പുറത്തുവരുമെന്നും എന്താണോ ക്രമക്കേടുണ്ടായത് അതേ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിമർശനങ്ങളും വിവാദങ്ങളും ശക്തമായി ദിവസങ്ങൾക്കു ശേഷമാണ് ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം നിലപാട് വന്നിട്ടുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഹൈക്കോടതി വിധിയും നിലപാടും സ്വാഗതാർഹമെന്ന് മന്ത്രി VN വാസവൻ. സർക്കാരിനും ഹൈക്കോടതിക്കും ഒരേ നിലപാടാണ്. റിപ്പോർട്ടിന്റെ കോപ്പി കിട്ടിയാൽ ദേവസ്വം ബോർഡ് DGPക്ക് പരാതി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധിയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച എല്ലാ നിലപാടുകളും പൊതുവെ സ്വാഗതാർഹമാണെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഇന്നത്തേതുൾപ്പെടെ
ഏതാണ്ട് സർക്കാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഒരേ നിലപാടിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടും ആ റിപ്പോർട്ടിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഡീറ്റെയിലായി വിജിലൻസോട് അന്വേഷിച്ച് സമർപ്പിക്കാൻ പറഞ്ഞ റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കോപ്പി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കൊടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുപോലെ തന്നെ DGPക്ക് ഇത് സംബന്ധിച്ച് ബോർഡിൻ്റെ പരാതി എഴുതി കൊടുക്കും. അതേ തുടർന്ന് ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യും. SIT അന്വേഷണം ആരംഭിക്കും. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡായ ചന്ദ്രശേഖർ. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അവർ അന്വേഷണം ആരംഭിക്കും. ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും DGP പറഞ്ഞു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ ADG ലോ ആൻഡ് ഓർഡറിൻ്റെ നേതൃത്വത്തിൽ. ഇന്നും അവർ കള്ളാസ് ഏറ്റെടുക്കും, സ്റ്റഡി ചെയ്തിട്ട് ആവശ്യത്തിൽ നടപടി സ്വീകരിക്കാൻ പോകുന്നതാണ്. ഹൈക്കോടതി ഉത്തരവ് ഏതെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ പാലിക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിൽ നമ്മൾ നടപടി സ്വീകരിക്കുന്നതിലേക്ക്. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ കോടതിയുടെ കണ്ടെത്തൽ ഗുരുതരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിനും ദേവസ്വം ബോർഡിനും കനത്ത തിരിച്ചടിയാണ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരും നിയമത്തിന് മുന്നിൽ വരണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വയ്ക്കാൻ ശ്രമിച്ച ഒരു സംഭവം ഹൈക്കോടതി തന്നെ പുറത്തു കൊണ്ടുവന്നു. അതിൽ ക്രിമിനൽ കേസ് എടുത്ത് അന്വേഷിക്കാൻ, FIR എടുത്ത് അന്വേഷിക്കാൻ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന സർക്കാരിലെ ബന്ധപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ടവർക്കും എല്ലാം ഉള്ള കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം, റിപ്പോർട്ടെല്ലാം പരിശോധിച്ച ശേഷം കോടതി പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് എന്നുള്ള കണ്ടെത്തലിലാണ് കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. അത്രയും ഗുരുതരമായ രീതിയിലാണ് ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല അവിടുത്തെ കഥകിലും കട്ടളപ്പടിയിലും വരെ കൃത്രിമം നടന്നു എന്നുള്ള പ്രാഥമികമായ കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനെ മോശമായി കാണിക്കാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കഴിഞ്ഞ വർഷം ഒരു പെൺകൊച്ചും സ്വർണവുമാണെങ്കിൽ ഈ കൊല്ലം വേറെ സ്വർണം ആരോ എന്തോ തിരിമറി കാണിച്ചുവെന്ന് പറഞ്ഞ് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. കേസ് കോടതി ഏറ്റെടുത്ത് കഴിഞ്ഞു. സർക്കാരിന് മുകളിലാണ് കോടതിയെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. എല്ലാ ദിവസവും രാവിലെ ഓരോരോ കലാപരിപാടികളായിട്ട് ഇറങ്ങിയാണ്. കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഒരു സ്വർണ്ണമായിരുന്നു, ഒരു പെൺകൊച്ചും ഒരു സ്വർണവും കൂടെ. ഇപ്രാവശ്യം വേറെ ഏതാണ്ട് ഒരു സ്വർണവും കൊണ്ടിറങ്ങിയിരിക്കുക. അതിൽ എനിക്ക് മനസ്സിലാകാത്ത അതല്ല, ദേവസ്വം ബോർഡിന്റെ മേളിൽ സർക്കാരിനോ മന്ത്രിക്കോ യാതൊരു നിയന്ത്രണവുമില്ല. പിന്നെ ദേവസ്വം ബോർഡിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു ശബരിമലയിലെ വിഷയത്തിൽ. ഇന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പര്യാപ്തമല്ലെങ്കിൽ ഇതിന്റെ മേലത്തെ അന്വേഷണം നടത്തണം എന്ന് പറയേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ഈ വിഷയം എടുത്തു കഴിഞ്ഞു. ഇന്ന രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തൃപ്തികരമല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുന്ന കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി. CBI അന്വേഷണം വേണമെങ്കിലും പറയാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നതിന് മുമ്പേ ബഹളം തുടങ്ങി. അങ്ങനെ ഹൈക്കോടതി പറഞ്ഞിരുന്ന അന്വേഷണത്തിന് മേളിൽ അതിനേക്കാളും വലിയൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം, ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ അധികാരമുണ്ടോ? കോടതിയുടെ മേളിലാണോ സർക്കാർ? അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർണ്ണപ്പാളി മോഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. N. വാസു ദേവസ്വത്തിലെത്തിയത് മുഖ്യമന്ത്രിയുടെ നോമിനിയായാണ്. നിലവിൽ നടക്കുന്ന അന്വേഷണം ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ളതാണെന്നും ഇതിൽ സത്യം പുറത്തുവരില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് പ്രാഥമികമായി ബോധ്യമാവുന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അറിവുണ്ട്. കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ തീരുമാനമെടുക്കുന്ന ആരാണ്? അന്ന് പത്മകുമാറും N. വാസുമാണ്. N. വാസു എങ്ങനെയാണ് ദേവസ്വം ബോർഡ് മെമ്പറായത്? N. വാസു ദേവസ്വം ബോർഡ് മെമ്പറായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നോമിനി ആയിട്ടാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടിയാണ് N. വാസു സംസാരിച്ചത്. മുഖ്യമന്ത്രിയും N. വാസുവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് N. വാസു ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ, N. വാസുവിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ മുഖ്യമന്ത്രി അറിയാതെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല. മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരാണ് അദ്ദേഹം. അതുകൊണ്ട് പ്രാഥമികമായി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് നടന്നിട്ടുള്ളത് എന്ന് വിശ്വസിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ആഴത്തിലുള്ള അന്വേഷണം നടക്കണമെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ. അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ടീം വളരെ സഹായകരമാണ്. ഉദ്യോഗസ്ഥ തലത്തിലോ ബോർഡ് തലത്തിലോ എന്തെങ്കിലും ഗൂഢാലോചനകൾ തന്റെ കാലത്താണെങ്കിൽ പോലും നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
ആ യോഗദണ്ഡം എന്ന് പറയുന്നത് ഏതാണ്ട് സ്വർണമാണെന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ പറയുന്നത്. അത് ഒരു തടി ചൂരലോ മറ്റെന്തോ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതില് ഒരു 6-7 ചുറ്റ്, അതായത് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ഇരിക്കുന്ന ചൂരൽ വഴിയിൽ ചുറ്റിയിരിക്കുന്ന വെള്ളി ചുറ്റുന്നത് പോലെ ചുറ്റുള്ള ഒരു സംഗതിയാണ് ഈ യോഗദണ്ഡ് എന്ന് പറയുന്ന സംഗതി. അത് ഈ പറഞ്ഞതുപോലെ ആകപ്പാട് നാശോന്മുഖമായി ഇരിക്കുകയാണ് എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ തന്ത്രിദേവമാണല്ലോ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ശബരിമലയായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് അത് ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും എൻ്റെ മോനത് അവൻ ഇപ്പൊ കരാർ ഏറ്റെടുത്തൊക്കെ വരുന്നത്, അവൻ കരാർ ഏറ്റെടുക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ മോന് ഷിപ്പില് ക്യാപ്റ്റനാണ്, അയാള് സ്വർണ്ണപ്പണി ചെയ്യുന്ന കരാർ ഏറ്റെടുക്കുന്ന ആളൊന്നുമല്ല. അപ്പൊ അവിടെ വെച്ച് തന്നെയാണ്, തന്ത്രി അദ്ദേഹത്തിന്റെ മുറിയുടെ വാതുക്ക വെച്ച് തന്നെയാണ് അത് ചെയ്ത് അമ്പലത്തിനകത്ത്, ശ്രീകോവിലിനകത്ത് ഞങ്ങൾ സമർപ്പിച്ചത്. അതല്ലാതെ ഇപ്പൊ ഈ കെയർ ഓഫിൽ ഇപ്പൊ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വീണ്ടും എന്നെയും എൻ്റെ കുടുംബത്തെയും അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ബോധപൂർവം ഇക്കാര്യം കൂടി ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമ്പത്തിക സഹായം ഉൾപ്പെടെ സംസ്ഥാനം മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. എയിംസ് കോഴിക്കോട് കിനാലൂരിൽ വേണമെന്ന് മാത്രമാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജീവൽ പ്രശ്നങ്ങളിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കേന്ദ്രത്തിൽ നിന്ന് പരിഗണന ലഭിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ, ആരോഗ്യമന്ത്രി JP നദ്ദ, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരെ കണ്ട ശേഷമാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തു. കടമെടുപ്പ് പരിധി, വയനാട് പുനരധിവാസം, എയിംസ്, ജെറിയാട്രിക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദേശീയപാത വികസനം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി ധരിപ്പിച്ചു. വിഷയത്തിൽ അനുഭാവപൂർവ്വം ഇടപെടാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായി മുഖ്യമന്ത്രി പിന്നീട് വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ ജീവൽ പ്രധാനമായ ആവശ്യങ്ങളോട് ഇതേവരെയുള്ള അനുഭവം വലിയ പരിഗണന കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരെ നേരിൽ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ഇതിന്റെ ഗൗരവം വിശദീകരിക്കുകയും ചെയ്തു. അവരുടെ എല്ലാവരുടെയും പ്രതികരണം ആരോഗ്യകരമായിരുന്നു, അനുഭാവത്തോടെയുള്ളതുമായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പുകൾ കേന്ദ്രം പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭൂമി കണ്ടെത്തിയ കാര്യവും നടപടികൾക്ക് സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്ന കാര്യവും ആരോഗ്യമന്ത്രി JP നദ്ദയെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് തന്നെ എയിംസ് വേണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും മറ്റൊരു സ്ഥലവും സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് വേണമെന്നതൊരു പ്രത്യേക താല്പര്യത്തിന്റെ പ്രശ്നമല്ല. കോഴിക്കോട് മാത്രമേ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ കോഴിക്കോട് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള സ്ഥലം. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന എയിംസ് സ്ഥാപിക്കേണ്ടത്. ആവശ്യമായ അത്രയും സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നടന്നിട്ടുള്ളത്. ദേശീയപാത സ്ഥലമെടുപ്പിന് 25% തുക സംസ്ഥാന സർക്കാർ വഹിച്ചതിനാൽ അധിക കടമെടുപ്പ് അനുവദിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഉടൻ കേരളത്തിലെത്തും. വയനാട് സാമ്പത്തിക സഹായത്തിൽ പുനഃപരിശോധന വേണമെന്ന് അമിത്ഷായോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തീരദേശ സുരക്ഷയ്ക്കായി ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു കമ്പനി സംസ്ഥാനത്തെത്തും. മറൈൻ ബറ്റാലിയനായി ഇത് പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. കൂടിക്കാഴ്ച വിജയമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ജീവൽ പ്രശ്നങ്ങളിൽ വലിയ പരിഗണന ലഭിച്ചില്ല എന്ന വസ്തുത മുഖ്യമന്ത്രി മറച്ചുവെച്ചിട്ടില്ല. അമൃത ന്യൂസ്, ന്യൂഡൽഹി. എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാറിനെ ബെഫ്കോയുടെ ചെയർമാനായി നിയമിച്ചു. ഹർഷിത അട്ടല്ലൂരി ബെഫ്കോ MD-ആയി തുടരും. 2021 വരെ എക്സൈസ് കമ്മീഷണറായിരുന്ന ബെഫ്കോയുടെ ചെയർമാൻ. പിന്നീട് യോഗേഷ് ഗുപ്ത ബെഫ്കോ തലപ്പത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി പരിഗണിച്ച് CMD ആയാണ് നിയമിച്ചത്. പിന്നീട് ഈ രീതി തുടരുകയായിരുന്നു. കാട്ടാക്കട കിള്ളി സ്വദേശി സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ കീഹോൾ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. കീഹോൾ ശസ്ത്രക്രിയ വഴി ഗൈഡ് വയർ പുറത്തെടുക്കാൻ 2 തവണ ശ്രമിച്ചെങ്കിലും
പരാജയപ്പെടുകയായിരുന്നു. സുമയ്യ നാളെ ആശുപത്രി വിടും. ഇന്നലെയാണ് സുമയ്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മേജർ ശസ്ത്രക്രിയ നടത്തി ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് പിന്നീട് തീരുമാനിക്കും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്കാണ് പിഴവുണ്ടായത്. ധമനികളോട് ഒട്ടിച്ചേർന്ന നിലയിലാണ് ഗൈഡ് വയർ ഉള്ളത്. മുനമ്പം ഭൂമി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. സർക്കാർ നിയമിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവ്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലാണ് നടപടി. ഹർജിക്കാർക്ക് ലോക്കൽ സ്റ്റാൻഡിയില്ലെന്ന് നിരീക്ഷിച്ച ഡിവിഷൻ ബെഞ്ച് ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശകളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് ഉത്തരവിടുകയായിരുന്നു. രണ്ടായിരത്തി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം വെനസ്വേല പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്ക്. വെനസ്വേലയിലെ ജനാധിപത്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിനാണ് പുരസ്കാരം. സമാധാനത്തിനുള്ള നൊബേൽ ലഭിക്കുന്ന 20ാമത് വനിതയാണ് മരിയ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിമർശനവുമായി വൈറ്റ് ഹൗസ്. നൊബേൽ സമിതി സമാധാനത്തിനേക്കാളും രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകിയെന്ന് വൈറ്റ് ഹൗസ്. അമേരിക്കൻ പ്രസിഡന്റ് സമാധാന കരാറുകൾ ഉണ്ടാക്കുന്നതും യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതും തുടരുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ഒരു മനുഷ്യസ്നേഹിയുടെ ഹൃദയമാണ് ട്രംപിനുള്ളതെന്നും തന്റെ ഇച്ഛാശക്തിയാൽ പർവ്വതങ്ങളെ പോലും ട്രംപിന് ചലിപ്പിക്കാനാകുമെന്നും വൈറ്റ് ഹൗസ് പറഞ്ഞു. പ്രധാനമന്ത്രി ഉൾപ്പെടെ 5 മന്ത്രിമാരെ കണ്ട് സംസ്ഥാനം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുണ്ടക്കൈ ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും ഗ്രാന്റായി തുക അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് കിനാലൂരിൽ എയിംസ് വേണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ദുരിതാശ്വാസം, സാമ്പത്തിക സ്ഥിതി, അങ്ങനെയുള്ള ഗൗരവമായ വിഷയങ്ങളിൽ അടിയന്തരമായ കേന്ദ്ര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് അനുമതി നിഷേധിച്ചു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഇത് സംബന്ധിച്ച അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു. കാരണമൊന്നും ചൂണ്ടിക്കാട്ടാതെയാണ് അനുമതി നിഷേധിച്ചത്. 16-ന് ബഹ്റിനിൽ നിന്നും പര്യടനം ആരംഭിക്കാനായിരുന്നു തീരുമാനം. ഈ മാസം വിവിധ ഘട്ടങ്ങളിലായി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രി അനുമതി തേടിയത്. മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിക്കൊപ്പം പോകാൻ പദ്ധതിയിട്ടിരുന്നു. വിദേശയാത്രയ്ക്ക് അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ സുപ്രീംകോടതി തള്ളി. കേന്ദ്രത്തിന്റെ എതിർപ്പ് കണക്കിലെടുത്താണ് നടപടി. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചത്. സംഭവത്തിൽ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുവെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. ജുഡീഷ്യൽ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര അന്വേഷണമോ വിദഗ്ധ സമിതി അന്വേഷണമോ വേണമെന്നുള്ളതായിരുന്നു ഹർജിയിലെ ആവശ്യം. അതിനിടെ കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ സുപ്രധാന നീക്കവുമായി കേന്ദ്ര സർക്കാർ. മരുന്ന് നിർമ്മാതാക്കളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചു. വിവരങ്ങൾ തേടി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കത്തയച്ചു. കഫ് സിറപ്പ് നിർമ്മാതാക്കളുടെ വിവരങ്ങൾ കൈമാറാനാണ് നിർദ്ദേശം. മധ്യപ്രദേശിൽ നിരോധിച്ച കഫ് സിറപ്പ് കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ പോലീസ് പിടിച്ചു. നിതിൻ ദ്വിവേദി എന്നയാളാണ് അറസ്റ്റിലായത്. ആംബുലൻസ് ഉപയോഗിച്ചാണ് ഇയാൾ മരുന്നുകൾ കടത്താൻ ശ്രമിച്ചത്. മധ്യപ്രദേശിലെ റേവ ജില്ലയിലാണ് സംഭവം. ശുദ്ധജലമില്ലെങ്കിൽ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റും. കോട്ടയം പാമ്പാടി താലൂക്ക് ആശുപത്രി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ശുദ്ധജല ദൗർലഭ്യമാണ്. ഇത് പരിഹരിക്കാൻ ഒരു നാട് ഒരുമിക്കുകയാണ്. ശുദ്ധജല പദ്ധതിക്ക് കുളം നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്താനായി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അടുത്തയാഴ്ച ധനസമാഹരണം നടത്താനാണ് തീരുമാനം. പാമ്പാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ 2.30 കോടി രൂപ ചെലവിൽ ഒരുക്കിയ ട്രോമ കെയർ യൂണിറ്റും 1.47 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഡയാലിസിസ് യൂണിറ്റും പ്രവർത്തിപ്പിക്കാൻ വേണ്ട ശുദ്ധജലം ലഭ്യമല്ല. പല കാലങ്ങളിലായി 5 കുഴൽക്കിണറുകൾ നിർമ്മിച്ചെങ്കിലും ഇതിൽ ഒരെണ്ണം മാത്രമാണ് ജലലഭ്യതയുള്ളത്. നിലവിൽ ആശുപത്രിയുടെ ആവശ്യങ്ങൾക്കായി പ്രതിമാസം 1 ലക്ഷം രൂപയുടെ വെള്ളമാണ് വിലയ്ക്ക് വാങ്ങുന്നത്. ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ മാത്രം പ്രതിദിനം 20,000 ലിറ്റർ വെള്ളമെങ്കിലും വേണം. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിക്കായി 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ സർക്കാർ പദ്ധതിയിൽ സ്ഥലം വാങ്ങി കുളം നിർമ്മിക്കുന്നതിന് കാലതാമസം നേരിടുമെന്നതിനാൽ
ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജലലഭ്യതയുള്ള സ്ഥലം കണ്ടെത്തി. ഈ സ്ഥലം വാങ്ങുന്നതിനായാണ് ധനസമാഹരണം നടത്തുന്നത്. വെള്ളം ഒരു പ്രധാന ആവശ്യമാണ്. ഇത് പല ആശുപത്രി വികസന സമിതികളിൽ നമ്മൾ അവതരിപ്പിച്ചു, പല ചർച്ചകൾ നടന്നു. അതിന് ശാശ്വതമായൊരു പരിഹാരം എന്ന് പറയുന്നത് ആശുപത്രിക്ക് വേണ്ടി വെള്ളമുള്ളൊരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു വാട്ടർ പ്രോജക്റ്റ് ഉണ്ടാക്കി പമ്പ് വെച്ച് വെള്ളം ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ആശുപത്രിക്ക് അടുത്തുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടുന്ന് തന്നെ ആ സ്ഥലം വാങ്ങണമെങ്കിൽ യഥാർത്ഥത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് സ്ഥലം വാങ്ങാനുള്ള പ്രൊവിഷൻ ഇല്ല, നിയമപരമായ പ്രൊവിഷൻ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം ആ സ്ഥലം വാങ്ങിയതിനുള്ള പണം പൊതുജനങ്ങളിൽ നിന്ന് കണ്ടെത്തി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് വെച്ചിട്ട് ചെയ്യാമെന്നുള്ള ഒരു ആശയം വന്നു. ഒറ്റ ദിവസം കൊണ്ട് 10 ലക്ഷം രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പാമ്പാടി പഞ്ചായത്തിന്റെ 20 വാർഡുകളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും നിന്നാണ് ധനസമാഹരണം. ഈ മാസം 12-ന് ഫണ്ട് ശേഖരണം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി കഴിഞ്ഞ ഞായറാഴ്ച നോട്ടീസ് വിതരണവും നടത്തിയിരുന്നു. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനം നാടിൻ്റെ ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് പുത്തനുണർവാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആശുപത്രി അധികൃതരും. അമൃത ന്യൂസ്, കോട്ടയം. മൂന്നാറിലെ കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് ക്യാരറ്റും പൈനാപ്പിളും ചോളവും ഒന്നുമല്ല ഇപ്പോൾ പ്രിയം. ഭക്ഷണക്രമം പതിയെ മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് പടയപ്പ. ഇതോടെ വലിയ ആശങ്കയിലാണ് വഴിയോര കച്ചവടക്കാർ. കഴിഞ്ഞ ദിവസം രാത്രി മൂന്നാർ പെരിയവരൈ പാലത്തിന് സമീപമുള്ള 4 കടകളാണ് പടയപ്പ തകർത്തത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ബ്രെഡും ബണ്ണും നൂഡിൽസും ബിസ്ക്കറ്റുമെല്ലാം അകത്താക്കി. ആന പടയപ്പ இந்த நூடில்ஸு ப்ரெட்டு இதெல்லாம் சாப்பிட்டு போகுது. இதை வச்சு தான் எங்களுக்கு வாழ்வாதாரம். சாப்பாட்டுக்கு வேறு வழி இல்லை. சாப்பிட்டு எல்லாம் போயிடுச்சு. ബ്രെഡ് മുതൽ കൊണ്ട് ചാപ്പിട്ട് പോയിരിക്കും. പെരിയവരയിലെ വഴിയോര കടകളിൽ മുൻപ് പൈനാപ്പിൾ, ചോളം, ഓറഞ്ച്, ക്യാരറ്റ് തുടങ്ങിയ പഴവർഗ്ഗങ്ങളായിരുന്നു സഞ്ചാരികൾക്ക് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നത്. ஆனால் നമ്മുടെ കട വന്നിട്ട് അതുകൊണ്ടാണ് കൈ മുടിയാത്ത കൊണ്ട് നമ്മളെ വെള്ളം എടുത്ത് കൊടുത്ത് ഇന്ന ചെറിയ ഒരു കച്ചവടം ചെയ്യാമെന്ന് ഓർത്താണ് നമ്മളിരിക്കുന്നത്. ഇത് വന്നിട്ട് മൊത്തം വലിച്ചു വാരി മൊത്തം ബോക്സിൽ വന്നിട്ട് എലി കയറുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് കയറ്റി വെച്ചതാ. അതും ബോക്സ് പൊക്കി റോഡിലിട്ടിട്ട് അതാണ് കളിച്ചത്. ഒറ്റയാൻ പടയപ്പ ഇവിടെ സ്ഥിരമായി എത്തി കടകൾ തകർത്ത് പഴങ്ങൾ അകത്താക്കുന്നതോടെയാണ് കച്ചവടക്കാർ വിൽപ്പന വസ്തുക്കൾ മാറ്റിപ്പിടിച്ചത്. പടയപ്പ ബേക്കറി സാധനങ്ങൾ തിന്നു തുടങ്ങിയതോടെ ആശങ്കയിലായിരിക്കുകയാണ് വഴിയോര കച്ചവടക്കാർ. അമൃത ന്യൂസ്, ഇടുക്കി. തരിശായി കിടന്ന വയലുകളിൽ ഉൾപ്പെടെ 12 ഏക്കറിൽ നെൽകൃഷി വിളയിച്ച് കാസർഗോഡ് തലിച്ചാലം പാടശേഖര സമിതി. കൊയ്ത്തുത്സവത്തിന്റെ ആവേശത്തിലാണ് പ്രദേശത്തെ കർഷക കൂട്ടായ്മ. 80 ക്വിന്റലോളം നെല്ല് വിളവെടുത്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കക്കുന്നം തലിച്ചാലം പാടശേഖര സമിതികളുടെ 4 മാസത്തിലേറെ നീണ്ട പ്രയത്നത്തിന്റെ ഫലമാണ് നോക്കെത്താ ദൂരത്തോളം വിളഞ്ഞു നിൽക്കുന്ന നെൽകൃഷി. തരിശായി കിടന്ന വയലുകളിൽ ഉൾപ്പെടെ യന്ത്രസഹായത്തോടെ ഞാറ് നട്ടുകൊണ്ടായിരുന്നു തുടക്കം. മികച്ച നെല്ലിനങ്ങളായ ജ്യോതി, പൗർണമി, മട്ടത്രിവേണി എന്നിവ ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത്. നൂതന മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള നെൽകൃഷി വൻ വിജയമായതിന്റെ സന്തോഷത്തിലാണ് പാടശേഖര സമിതിയും കൃഷി ഓഫീസർമാരും. പഞ്ചായത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ പോലും അത് നെൽകൃഷി കൂലിച്ചെലവ് അത് ഗ്രാമപഞ്ചായത്തിൻ്റെ വിഹിതങ്ങളും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതങ്ങളും ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതങ്ങളും എന്നിവ 3 വിഹിതങ്ങളായിട്ട് അവർക്ക് സബ്സിഡി ആനുകൂല്യം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന രീതിയിൽ നമ്മളെ നാടൻ വിത്തിനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ നമ്മളെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പുതിയ സ്കീമുകളുണ്ട്. ട്രഡീഷണൽ വെറൈറ്റി, അതായത് രാജകീയമായ വിത്ത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ അഗ്രോ സർവീസിന്റെ നടിയിൽ കൊയ്ത്ത് യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് കൃഷി വിജയകരമാക്കിയത്. പൂർണ്ണമായും ജൈവ രീതിയിൽ നടത്തിയ നെൽകൃഷിയിൽ നിന്ന് 80 ക്വിന്റലിലധികം നെല്ല് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പാടശേഖര സമിതിയും നാട്ടുകാരും. അമൃത ന്യൂസ്, കാസർഗോഡ്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ യാത്രാ ദുരിതത്തിന് പരിഹാരവും മേഖലയുടെ സമഗ്ര വികസനത്തിന്റെ ചാലകവുമാകുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. താൽക്കാലിക പാലത്തിന്റെ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങിയത്. മലബാറിന്റെ ടൂറിസം വികസനത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ പ്രാഥമിക പ്രവൃത്തികൾക്ക്
കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ മറിപ്പുഴയിൽ നിന്നാണ് തുടക്കമായത്. നിർമ്മാണത്തിനാവശ്യമായ വലിയ യന്ത്രസാമഗ്രികൾ വഹിക്കാനുതകുന്ന വലിയ വാഹനങ്ങൾ പോകുന്നതിനുള്ള താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണമാണ് ആദ്യം നടക്കുക. മറിപ്പുഴയ്ക്ക് കുറുകെയുള്ള പ്രവൃത്തി ആരംഭിച്ചതോടെ ജനങ്ങളും വലിയ പ്രതീക്ഷയിലാണ്. ഇന്നത്തെ വർക്ക് ഇവിടെ താൽക്കാലിക പാലവും അനുബന്ധിച്ചുള്ള റോഡുമാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ നമ്മുടെ ഉദ്ഘാടനം നടന്നെങ്കിലും നമ്മുടെ ഭാഗത്ത് പണി തുടങ്ങാൻ കഴിഞ്ഞില്ല. മഴയും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് വയനാട്ടിൽ പണി തുടങ്ങി. ഇപ്പോൾ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. എത്രയും വേഗത്തിൽ ഇത് താൽക്കാലിക പാലം നിർമ്മിച്ച് റോഡ് അപ്പുറത്തേക്ക് എത്തിക്കും. തുരങ്കത്തിലേക്കുള്ള മിഷനറികളെല്ലാം എത്തിക്കാനുള്ള താൽക്കാലിക പാലാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ മുഴുവൻ ആളുകളും ഭയങ്കര ഒരു സപ്പോർട്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് എത്രയും വേഗത്തിൽ പറയുന്നത്. കാരണം ജനങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ തുരങ്കപാത എന്ന് പറയുന്ന സംഭവം. കോഴിക്കോട് ജില്ലയിൽ 3.15 കിലോമീറ്ററും വയനാട് ജില്ലയിൽ 5.58 കിലോമീറ്ററുമായി 8.73 കിലോമീറ്ററാണ് ആകെ പാതയുടെ ദൈർഘ്യം. 60 മാസമാണ് തുരങ്കത്തിന്റെ നിർമ്മാണ കരാറെങ്കിലും അതിനു മുൻപ് പ്രവൃത്തി തീർക്കുമെന്നാണ് കൊങ്കൺ റെയിൽവേ പറയുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ രാജ്യത്തെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയാകും ഇത്. പദ്ധതിയിൽ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 2 പ്രധാന പാലങ്ങളും മറ്റ് 3 ചെറുപാലങ്ങളും ഉൾപ്പെടും. പദ്ധതിക്കായി 33 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുത്തത്. 5771 മീറ്റർ വനമേഖലയിലൂടെയും 2964 മീറ്റർ സ്വകാര്യ ഭൂമിയിലൂടെയുമാണ് തുരങ്കപാത കടന്നുപോകുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ താമരശ്ശേരി ചുരത്തിലെ തിരക്കൊഴിവാകും. കോഴിക്കോട് വയനാട് ഗതാഗതം സുഗമമാകുന്നതിനൊപ്പം യാത്രാ സമയവും കുറയും. അമൃത ന്യൂസ്, കോഴിക്കോട്. തിയേറ്റർ പൂരപ്പറമ്പാക്കി രാവണപ്രഭു റീ റിലീസ്. നൂതന ദൃശ്യ ശബ്ദ വിസ്മയങ്ങളുമായി 4K അറ്റ്മോസിൽ ഇന്ന് രാവിലെ 7:30 മുതലാണ് ചിത്രം വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. കേരളത്തിൽ 170ഓളം തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. ഇത് നടേശനും പിള്ളേരെ നോക്കിക്കോളാം. മംഗലശ്ശേരി നീലകണ്ഠനെയും കാർത്തികേയനെയും വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാൻ യുവതലമുറയുടെ ഒഴുക്കായിരുന്നു ഓരോ തിയേറ്ററിലും ഉണ്ടായിരുന്നത്. പല ഷോകൾക്കും ടിക്കറ്റ് കിട്ടാനില്ല. ബുക്ക് മൈ ഷോയിലും രാവണപ്രഭു തരംഗമാണ്. ചിത്രത്തിലെ ഗാനങ്ങൾ തിയേറ്ററിൽ ഉണ്ടാക്കുന്നത് ഒരു 1.5 ഓളം. രാവണപ്രഭു റിലീസായ സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്തവർ റീ റിലീസിൽ ആടിത്തിമിർക്കുകയാണ്. രഞ്ജിത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളിക്ക് പ്രിയപ്പെട്ടത് തന്നെ. ഇന്നസെന്റ്, NF വർഗീസ്, TP മാധവൻ അടക്കമുള്ളവർ ഇന്നില്ലെങ്കിലും പുതുതലമുറയ്ക്ക് തിരശീലയിൽ അവർ പുതിയ അനുഭവങ്ങളാവുകയാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ചിത്രം 4K അറ്റ്മോസിൽ എത്തിക്കുന്നത് മാറ്റിനി നൗ എന്ന കമ്പനിയാണ്. അമൃത ന്യൂസ്, കൊച്ചി. കൊച്ചി കുണ്ടന്നൂരിൽ തോക്കു ചൂണ്ടി പണം കവർന്ന കേസിലെ 7 പേർ അറസ്റ്റിൽ. കേസിലെ മുഖ്യ സൂത്രധാരനായ അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രൻ അടക്കമാണ് അറസ്റ്റിലായത്. അതേസമയം മുഖംമൂടി ധരിച്ച് മോഷണം നടത്തിയ 3 പേർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കുണ്ടന്നൂർ മോഷണ കേസിലെ മുഖ്യ സൂത്രധാരൻ അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രനാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ചേരാനെല്ലൂർ സ്വദേശി ആസിഫ് ഇക്ബാൽ, പള്ളുരുത്തി സ്വദേശിനിയായ ബുഷാവ, സജി, ഇയാൾക്കൊപ്പം ഇടപാടിനെത്തിയ വിഷ്ണു എന്നിവർ ഉൾപ്പെടെ 7 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ 5 പേരെ റിമാൻഡ് ചെയ്തു. ഇതുവരെ പിടിയിലായവരെല്ലാം പണം ഇരട്ടിപ്പിക്കൽ സംഘത്തിന്റെ ഭാഗമാണെന്ന് പോലീസ് വ്യക്തമാക്കി. കവർച്ചാ സംഘം സഞ്ചരിച്ച 2 കാറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മുഖംമൂടി ധരിച്ചെത്തിയ 3 പേർക്കായി അന്വേഷണം ഊർജിതമാണ്. നാഷണൽ സ്റ്റീൽ കമ്പനി ഉടമ സുബിൻ ജോസഫിനെ ഭീഷണിപ്പെടുത്തിയാണ് സംഘം പണം കൊള്ളയടിച്ചത്. പണവുമായി കവർച്ചാ സംഘം കടന്നതിനു പിന്നാലെ സജിയെ സുബിനും കടയിലെ ജീവനക്കാരും ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കൊല്ലം പുനലൂരിൽ വീട്ടുമുറ്റത്തെ കിണറ്റിലകപ്പെട്ട പുലിയെ രക്ഷപ്പെടുത്തി. 5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് പുലിയെ കരക്കെത്തിച്ചത്. പുനലൂർ ചാലിയക്കര ചാങ്ങപ്പാറ സ്വദേശി സിബിയുടെ വീട്ടിലെ കിണറ്റിലാണ് പുള്ളിപ്പുലി അകപ്പെട്ടത്. രാവിലെ കിണറ്റിൽ നിന്ന് ശബ്ദം കേട്ട് നാട്ടുകാർ നോക്കിയപ്പോഴാണ് പുലിയെ കണ്ടെത്തിയത്. 25 അടിയോളം താഴ്ചയുള്ള കിണറിന് സംരക്ഷണ ഭിത്തി ഇല്ല. ഫയർഫോഴ്സിന്റെ വല ഉപയോഗിച്ചാണ് പുലിയെ മുകളിലേക്ക് എത്തിച്ചത്. പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക്. 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 2 വിക്കറ്റ് നഷ്ടത്തിൽ 318 റൺസ് എന്ന നിലയിലാണ്. സെഞ്ചുറി നേടിയ യശ്വസി ജയ്സ്വാളിന്റെയും 87 റൺസ് എടുത്ത സായി സുദർശന്റെയും പ്രകടനമാണ്
ഇന്ത്യക്ക് കരുത്തായത്. 173 റൺസുമായി ജസ്വാളും 20 റൺസുമായി ശുഭ്മാൻ ഗില്ലുമാണ് ക്രീസിൽ. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്നിംഗ്സ് ജയം ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. രണ്ടാം ടെസ്റ്റ് കൂടി ജയിച്ചാൽ സമ്പൂർണ്ണ ജയത്തോടെ പരമ്പര സ്വന്തമാക്കാം. രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. 15-അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. മുഹമ്മദ് അസറുദ്ദീനാണ് ക്യാപ്റ്റൻ. സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തി. ബാബ അപരാജിത്താണ് വൈസ് ക്യാപ്റ്റൻ. ഈ മാസം 15-നാണ് രഞ്ജി ട്രോഫിയുടെ പുതിയ സീസണിന് തുടക്കമാകുന്നത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മഹാരാഷ്ട്രയാണ് കേരളത്തിന്റെ എതിരാളികൾ. ദേശീയ സ്കൂൾ ഫുട്ബോൾ സീനിയർ വിഭാഗത്തിൽ കിരീടം നേടിയ കേരള ടീമിനെ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദിച്ചു. കുട്ടികൾക്ക് ശ്രീനഗറിൽ നിന്നും സൗജന്യ ഫ്ലൈറ്റ് യാത്രയും മന്ത്രി ഏർപ്പാടാക്കി. ശ്രീനഗറിൽ നടന്ന ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ കരുത്തരായ മേഘാലയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കേരളം ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയത്. കേരള ടീം ക്യാപ്റ്റൻ അദ്വൈത് മന്ത്രി വി ശിവൻകുട്ടിയെ ഫോണിൽ വിളിച്ച് സന്തോഷം പങ്കുവച്ചു. തിരികെ നാട്ടിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റുകൾ ഉറപ്പാകാത്തതിനാലാണ് ആശങ്ക ക്യാപ്റ്റൻ അറിയിച്ചത്. ഈ ടീം അംഗങ്ങൾക്ക് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകാൻ ഇതോടെയാണ് മന്ത്രി നിർദ്ദേശിച്ചത്. കേരളത്തിലെ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ കോഴിക്കോട് സ്വീകരണ മഹാസംഗമം പുരോഗമിക്കുകയാണ്. കൊളത്തൂർ അദ്വൈത ആശ്രമ മഠാധിപതിയും മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷനുമായ സ്വാമി ചിദാനന്ദപുരി സംസാരിക്കുന്നു.